ഹായ് ഗായ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം. ഓണമായിട്ട് എന്താണ് പുതിയ വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഓപ്പറേഷൻ ട്രള്ളാണോ ത്രാളാണോ നമ്മുടെ ജയസൂര്യ നായകനായിട്ട് വരുന്ന പടത്തിന്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. 1.5 മിനിറ്റുള്ള ടീസറാണ്. പടം അനൗൺസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ പോണത് ഡിസംബർ 2026, ഈ കൊല്ലം ഡിസംബറിലാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സംഭവം. അതായത് സാധാ നമ്മുടെ ഒരു ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ക്രൈം ചെയ്തിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യദ്രോഹിയായിട്ടുള്ള ഒരാളൊക്കെ ഉണ്ടാവില്ലേ ഓപ്പോസിറ്റ് കൺട്രീസിലേക്ക്, അപ്പൊ അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമും അതിന്റെ ഹെഡായിട്ടുള്ള ജയസൂര്യ NIA ഒക്കെ ആയിട്ട് ചേർന്നിട്ട് നടത്തുന്ന ഓപ്പറേഷൻ ആണ് ഈ സാധനം. അതാണ് ടീസർ കണ്ടപ്പോ എനിക്ക് തോന്നിയത്. സംഭവം നന്നായിട്ടുണ്ട്, നല്ലൊരു സാധനം തന്നെ. കാരണം ജയസൂര്യ ആക്ടിംഗ് വൈസ് പുള്ളി സീനാണല്ലോ, പുള്ളിയുള്ള ഭാഗം എന്തായാലും കറക്റ്റ് ആയിട്ട് ചെയ്യും. പിന്നെ ഉള്ളത് ആദ്യത്തെ കുറച്ച് VFX ടീമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി. എനിക്കത് എന്തോ ടീസറിൽ കണ്ടിട്ടാണ് ഞാൻ പറയണത്. ടീസറിൽ എന്തോ ഒരു സുഖമില്ലായ്മ, ഒരു മേക്കിംഗ് സൈഡ് ഒരു സുഖമില്ലായ്മ എനിക്ക് തോന്നി. ബാക്കി ആക്ടിങ് ക്രൂ ഒക്കെ ഓക്കെ, പക്ഷെ മേക്കിംഗ് എന്തോ ഒരു പാളിച്ച. നിങ്ങളത് കണ്ടു നോക്കിട്ടോ, കണ്ടു നോക്കി നിങ്ങൾക്കൊന്ന് തോന്നും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പാളിച്ച തോന്നിയിട്ടുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റ് വൈസ് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇതിന്റെ ഡയറക്ടർ വന്നിരിക്കുന്നത് രതീഷ് വേഗയാണോ രതീഷ് വേഗ. ആളെ അറിയില്ലെങ്കിൽ പുള്ളിയാണ് തൃശ്ശൂർ പൂരം അതുപോലെ മറ്റേ അച്ചായൻസ് ഒക്കെ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടും ആവറേജ് മൂവിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ് ആയിരിക്കാം ചിലപ്പോ, പക്ഷെ എന്നെ സംബന്ധിച്ച് 2 ആവറേജ് മൂവിയാണ്. എന്തായാലും ഇതിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കി കാണാം. തൃശ്ശൂർ പൂരം പിന്നെയും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കാസ്റ്റിംഗ് ജയസൂര്യ, വിനയ് റോയ്, അമര്യ ദാസ്തൂർ, സിദ്ദിഖ്, ഋതിക സിംഗ്, ഇവരൊക്കെ മെയിൻ ആയിട്ട് വരുന്നുണ്ട്. സായി കുമാർ, ഇവരൊക്കെ ഉണ്ട് കാസ്റ്റിംഗില്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് ജോബി ജോർജ് തടത്തിൽ, അതുപോലെ സുനിമോൾ ജോബി, ഇവരാണ് പ്രൊഡ്യൂസേഴ്സ്. കമ്പോസർ രതീഷ് വേഗ, കമ്പോസറും പുള്ളിയാണോ. പിന്നെ സിനിമാറ്റോഗ്രാഫർ നവീൻ നജോസ്, എഡിറ്റർ ഷഫീഖ് ബീബി, ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. കാസ്റ്റിംഗ് ഡയറക്ടർ ശരൺ. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ പോണത്. ആർട്ട് ഡയറക്ടർ സുനീഷ് സോദരൻ. ആർട്ടും ഞാൻ പറഞ്ഞില്ല, എന്തൊക്കെയോ ഒരു പ്രശ്നം VFX-നായിരിക്കാം ചിലപ്പോ. കാരണം ആർട്ടാണോ VFX ആണോ നമുക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട്. ഇനിയിപ്പോ 2 ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടോ നമുക്ക് അറിയില്ല. അത് പടം വരുന്ന സമയത്ത് ഈ ടീച്ചർ കണ്ടുള്ള വിവരം മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ ഈ ആർട്ടും VFX-ഉം എന്തോ ഒരു പ്രശ്നം ആ സൈഡിൽ ഉള്ള പോലെ എനിക്ക് തോന്നി. അത് എന്തായാലും ശരിയാക്കിയിട്ടൊക്കെ വന്നാൽ ഓക്കെ, സമയമുണ്ടല്ലോ. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ ഒന്ന് പക്കയാക്കിയ ചിലപ്പോൾ റെഡി ആവുമായിരിക്കാം. എന്തായാലും നല്ലൊരു സ്ക്രിപ്റ്റ് തന്നെ ആവാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഒരു ചിലപ്പോൾ കണ്ടുമറന്നു പോയ സാധനവും ആവാം. അതുകൊണ്ട് കൂടുതൽ പ്രതീക്ഷയൊന്നുമില്ല. ഒരു ഹൈ മൂമെന്റ് ഒന്നും ടീച്ചറിന് എന്തായാലും കിട്ടിയിട്ടില്ല. ഇനി പോകെ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരട്ടെ. എന്തായാലും ജയസൂര്യയുടെ ഭാഗത്തുനിന്ന് ഒരു പക്ക ഒരു മാസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസർ, ആ ഒരു ലെവൽ ഉണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് പ്രതീക്ഷിക്കാം. പുള്ളി പിന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ആ ഒരു ലെവലാണ്. ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത്, ക്ലീൻ ഷേവ് മീൻസ് മീശ ഉണ്ട്, താടിയൊന്നും ഇല്ലാതെ ആ ലുക്കൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കി കാണാം. ഡിസംബറിലാണ് എന്തായാലും വരുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടവരാണെങ്കിൽ, ടീച്ചർ കണ്ടവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം തോന്നിയതെന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ടീച്ചർ യൂട്യൂബിലുണ്ട്, പോയി കണ്ടു നോക്കുക, എന്നിട്ട് കമന്റ്സുകൾ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ഓക്കെ, ബൈ.